സിനിമാ മേഖലയിലെ തുറന്നു പറച്ചിലുകളിൽ അന്വേഷണം തുടങ്ങിയിരിക്കുന്നു പ്രത്യേക സംഘം. 7 പേർക്കെതിരെ പരാതികൾ നൽകിയ നടിയുടെ മൊഴിയെടുക്കാൻ സംഘം ആലുവയിലെത്തി. DIG അജിത ബീഗവും IG ജി പൂങ്കുഴലിയുമാണ് നടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. പരാതിയിൽ വിശദമായ പരിശോധന നടത്തുമെന്ന് DIG അജിത ബീഗം വ്യക്തമാക്കി. അല്ല, അന്വേഷണം നടത്തുന്നുണ്ടല്ലേ. നമ്മുടെ SIT ഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ SIT എല്ലാ അന്വേഷണവും തീർച്ചയായിട്ടും കറക്റ്റ് രീതിയിൽ ചെയ്യും. ഇപ്പോൾ നമ്മുടെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ അതൊന്നും പറയാൻ പറ്റത്തില്ല. കിട്ടിയിട്ടുള്ള കംപ്ലയിൻസ് എല്ലാം നല്ല രീതിയിൽ ഒരു അന്വേഷണം ഉണ്ടാവും. ഓക്കെ, ആലുവയിൽ നിന്ന് അശ്വിൻ പാലാഴിയാണ് ചേരുന്നത് വിവരങ്ങളുമായി. അശ്വിൻ, ഈ നടിയുടെ പരാതി രേഖപ്പെടുത്തുക, മൊഴിയെടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിനൊരു രഹസ്യ സ്വഭാവം കൂടി സൂക്ഷിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ അതുകൊണ്ടാണോ അന്വേഷണ സംഘം നമ്മൾ ചോദിച്ചപ്പോൾ അധികം അങ്ങനെ അതിലൊരു പ്രതികരണം എത്തിയില്ല? ഇപ്പോഴും മൊഴിയെടുക്കുകയാണോ? എന്തെല്ലാം കാര്യങ്ങളാണ് കൂടുതലായുള്ളത്? സ്മിത, 2.5 മണിക്കൂർ പിന്നിടുകയാണ് അന്വേഷണ സംഘം ആലുവയിലെ ഫ്ളാറ്റിലെത്തി നടിയുടെ മൊഴി രേഖപ്പെടുത്താൻ ആരംഭിച്ചിട്ട്. ഏറ്റവും നിർണായകമായ ഒരു മൊഴി രേഖപ്പെടുത്തൽ തന്നെയാണ് ഇതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം MLA മുകേഷിനെതിരായി ഈ പരാതിയിൽ ആരോപണമുണ്ട്. ഒപ്പം നടൻ ജയസൂര്യക്കെതിരെ വരുന്ന 2ാമത്തെ പരാതി കൂടിയാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. മണിയൻപിള്ള രാജു, ഇടവേള ബാബു അടക്കമുള്ള ആളുകളും ഈ പരാതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ സാങ്കേതിക പ്രവർത്തകരടക്കം 7 പേർക്കെതിരെയാണ് ആലുവയിലെ നടി പരാതി നൽകിയിരിക്കുന്നത്. ഇതുവരെ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തിയ 18 പരാതികളിൽ 7ഉം ഈ നടി തന്നെ നൽകിയതാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കലണ്ടർ, ഡാ തടിയ അടക്കമുള്ള സിനിമയുടെ സെറ്റുകളിൽ വെച്ച് നടന്മാരും സാങ്കേതിക പ്രവർത്തകരും അപമര്യാദയായി പെരുമാറി ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു, കടന്നുപിടിച്ചു നടക്കമുള്ളതാണ് നടിയുടെ ആരോപണം. ഈ കാര്യങ്ങൾ 2013 മുന്നേ നടന്നതാണ്. അന്ന് നിർമ്മാതാവ് സജി നന്ദിയേട്ട് അടക്കമുള്ളവരുടെ പരാതി ഉന്നയിച്ചതാണ് എന്നും നടി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതടക്കമുള്ള വിശദമായ കാര്യങ്ങളാണ് അന്വേഷണ സംഘം ചോദിച്ചറിയുന്നത്. അതിനുശേഷം ഈ പരാതി അന്ന് പറഞ്ഞ സജി നന്ദിയേട്ട് അടക്കമുള്ള നിർമ്മാതാവ് സജി നന്ദിയേട്ട് അടക്കമുള്ളവരെ ഒരുപക്ഷെ അവരുടെ മൊഴി കൂടി ഈ അന്വേഷണ സംഘം രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷമായിരിക്കും കേസെടുക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. എന്തായാലും 7 പരാതികളാണ് നടി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെല്ലാം വിശദമായ ഒരു മൊഴി രേഖപ്പെടുത്തൽ ഏറെ വൈകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ എന്തായാലും 2.5 മണിക്കൂർ പിന്നിടുകയാണ് സ്മിത ഈ മൊഴി രേഖപ്പെടുത്തൽ ആരംഭിച്ചിട്ട്. ശരി, 7 പേർക്കെതിരെ പരാതി നൽകിയ നടിയുടെ മൊഴിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നത്. അശ്വിൻ പാലാഴിയാണ് ആലുവയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.